Lord, we praise you, Father. Hallelujah. എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തി Hallelujah. Let's all lift our holy hands to the Lord and sing Hallelujah. Hallelujah. How great is your name, Lord. And we ascribe praises to your holy name. Hallelujah. For your name is lofty and high. Hallelujah. There is none like you, Jesus. Hallelujah. അങ്ങേ പോലെ ആരുമില്ല യേശുവേ. Hallelujah. Lord, we praise you. We praise you. എല്ലാവരും ചേർന്ന് ആയിരക്കണക്കിന് ഭവനങ്ങളിൽ ഈ പ്രഭാതത്തിൽ ആരാധന ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി Let's sing one more time. Hallelujah. Harvest ടെലിവിഷനിലൂടെ കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബം ഒരുക്കുന്ന പ്രേയിങ് കേരള എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ താങ്കളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. യേശു താങ്കൾക്കായി വലിയത് കരുതിയിരിക്കുന്നു. വിശ്വാസത്താൽ ഇന്ന് യേശു കരുതിയത് മുഴുവൻ നമുക്ക് പ്രാപിക്കുവാൻ രണ്ട് കരങ്ങളും ഉയർത്തി Hallelujah. We welcome everyone to an hour of prayer and praise worship of Praying Kerala. I tell you, God has great things in store for you. Enjoy His presence and everything that He has. Let's lift our holy hands to the Lord and sing. Hallelujah. Lord, we praise. Hallelujah. We give you glory. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 7 അതിന് 1 മുതൽ 10 വരെ. ജനം കേൾക്കെ യേശു തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കവർന്നഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു പള്ളിയും
തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് കൂടെ പോയി. വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവെ, പ്രയാസപ്പെടുത്തേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിൽ കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയുന്നു. യേശു അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചവര് വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസന് സൗഖ്യത്തോടുകൂടെ കണ്ടു. നമുക്ക് ഒന്നിച്ച് ഈ വചനത്തിനായി അല്പനിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. Oh, let's sing together. Hallelujah. Now when he concluded all his saying in the hearing of the people, he entered Capernaum. Gospel of Luke chapter 7 verse 1. He entered Capernaum. ഒന്നാമത്തെ വാക്യം മലയാളത്തിൽ ഒന്ന് വായിക്കുമോ? ജനം കേൾക്കെ യേശു തന്റെ വചനം ഒക്കെയും പറഞ്ഞു തീർന്ന ശേഷം, ജനമൊക്കെ യേശു തന്റെ വചനമൊക്കെ പറഞ്ഞു തീർന്ന ശേഷം അവൻ കവർന്നഹൂമിൽ ചെന്നു. അവൻ കഫർനഹൂമിൽ ചെന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന he entered Capernaum. പക്ഷേ കഫർനഹൂം എന്ന വാക്ക് രണ്ട് വാക്കുകൾ ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുക. കേപ്പ് അധികം നഹൂം. വില്ലേജ്, കേപ്പ് മീൻസ് വില്ലേജ്, ഗ്രാമം അല്ലെങ്കിൽ പട്ടണം, ഒരു സിറ്റി എന്നൊക്കെ അർത്ഥം നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. നഹൂം മീൻസ് സന്തോഷം. അപ്പൊ യേശു പ്രവേശിച്ചത് സന്തോഷത്തിന്റെ പട്ടണം, ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. നോക്കി, 7ാമത്തെ വാക്യത്തിൽ എന്ത് വ്യക്തമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വാക്യങ്ങൾ ലൂക്കോസിനെ കൊണ്ട് എഴുതിച്ചിരിക്കുന്നത്. All he saying in the hearing of people. What was the next step of Jesus? He entered. അവൻ പ്രവേശിച്ചു, കഫർനഹൂമിൽ എത്തി. കഫർനഹൂമിൽ എത്തി എന്ന് പറയുന്നതിനേക്കാൾ കഫർനഹൂമിൽ പ്രവേശിച്ചു. പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് സന്തോഷത്തിന്റെ ഗ്രാമം. പക്ഷെ താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ അധ്യായം മുഴുവൻ വായിച്ചു നോക്കിയാൽ സന്തോഷിക്കാൻ ഒരു വകയും അവിടെ ഇല്ല. ആദ്യത്തെ പോർഷൻ നമ്മൾ വായിച്ചത് ഭരണാധികാരിയുടെ മകൻ, ദാസന്മാർ, കൂട്ടുപ്രവർത്തകരിൽ ഒരാള് സുഖമില്ലാതെ കിടക്കുന്നു. 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വിധവയായ ഒരു സ്ത്രീ, അവരുടെ യൗവനക്കാരനായ മകനും മരിച്ചു. അപ്പം ഹസ്ബൻഡ് മരിച്ചു, മകനും മരിച്ചു. അതിനെ അടക്കത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോഴാ യേശു കൂട്ടരും അതിനെ നേരിട്ട് എതിർപ്പെട്ട് ചെല്ലുന്നത്. അപ്പൊ താഴേക്ക് പോകുമ്പോ പറഞ്ഞ പേരിൽ നിന്ന് തികച്ചും വിപരീതമായ ഒരനുഭവത്തിലാണ് ഈ കഫർനഹൂമിലുള്ളവർ പോയത്. 1ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമാ, after he had spoken to people or after he finished his talk to people, യേശു സംസാരിച്ച് തീർന്നതിന് ശേഷം ജീസസ് entered. യേശു പ്രവേശിച്ചു. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് കേൾക്കുന്ന ഒരു സദ്വർത്തമാനം ഇതാ. There is somebody who can enter in to our life, to our village, to our city, to our state and to our nation and the nations of the world. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, നമ്മുടെ ഗ്രാമത്തിലേക്ക്, നമ്മുടെ പട്ടണത്തിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക്, രാജ്യങ്ങളിലേക്ക് വരുവാൻ അല്ലെങ്കിൽ ഇറങ്ങി വരുവാൻ ഒരുവനുണ്ട്. അവന്റെ നാമം നസ്രയനാം യേശു. After Jesus had spoken all these things to people, യേശു ജനത്തോട് സംസാരിച്ചു തീർന്നതിന് ശേഷം, nobody had given him an
ഇൻവിറ്റേഷൻ. ആരും യേശുവെ അങ്ങോട്ടൊന്ന് വരണമെന്ന് ക്ഷണം നൽകിയില്ല. ജീസസ് വോളണ്ടിയർലി ഡിസൈഡഡ് ടു ഗോ. യേശു സ്വയമായിട്ട് തീരുമാനിച്ചു കപ്പർനഹൂമിൽ ഒന്ന് പോകാം. പേര് കേട്ടാൽ നമ്മുടെ നാട്ടിലും ചില വീടുകളുടെയൊക്കെ പേര് ജോയ് വില്ലാത്ത, സന്തോഷം തളം കെട്ടി നിൽക്കുന്ന സ്ഥലമെന്നൊക്കെയാ അതിന്റെ അർത്ഥം. ചില ആളുകളുടെ പേരുണ്ട് ഗ്ലാഡ്സ്, സന്തോഷത്തിന്റെ പുത്രൻ. പക്ഷെ അവരുടെ കയ്യിലുള്ള കയ്യിലിരിപ്പ് ഭയങ്കരമായിരിക്കും. വീട്ടുപേര് നല്ലത്, ആളിന്റെ പേര് ജോയ്, എപ്പോഴും സന്തോഷം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥ. ചിലർക്ക് ഹാപ്പി. എനിക്ക് കൊട്ടാരക്കരക്കാരൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അറിയാം. അദ്ദേഹത്തിന്റെ പേര് ഹാപ്പി എന്നാ. ഓഫ് കോഴ്സ് ഹാപ്പി. എപ്പോഴും ആ ചെറുപ്പക്കാരൻ നല്ല സന്തോഷത്തോടെ, കാരണം ഒറ്റ കാര്യമുള്ളൂ, യേശുവിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പുറത്തറിയുന്ന അവസ്ഥയേക്കാൾ അകത്തെ അനുഭവം തികച്ചും വ്യത്യസ്തമാണ്. പുറത്ത് ഞാൻ ഇടുന്ന മൂടുപടവും അകത്തെ അനുഭവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കപ്പർനഹൂം, അധികം നഹൂം, രണ്ടു വാക്കുകൾ. കെയ്പ് മീൻസ് വില്ലേജ്, ഗ്രാമം, പട്ടണം. നഹൂം മീൻസ് സന്തോഷം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, സന്തോഷത്തിന്റെ പട്ടണമെന്നാണ് പേരെങ്കിലും അകത്ത് മുഴുവൻ പ്രശ്നങ്ങളാണ്, അകത്ത് മുഴുവൻ കെടുതികളാണ്. 11ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ മരണം, അസമയത്തുള്ള മരണം, മകന്റെ അസമയത്തുള്ള മരണം, ഇത് നിമിത്തം ദുഃഖത്തിന്റെ ആഴത്തിൽ കിടന്ന് വലയുന്ന ജീവിതങ്ങൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ജീവിതത്തോട് ദൈവത്തിന്റെ ആത്മാവ്, എന്റെ ജീവിതത്തോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, there is somebody who is willing to enter in without we being asked to him. അവനോട് ചോദിക്കാതെ തന്നെ ആ സാഹചര്യത്തിലേക്ക് പ്രവേശിച്ചു വന്ന് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റം തരുവാൻ ഈ യേശു വിശ്വസ്തന. താഴോട്ട് വായിക്കുമ്പോൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്, യേശു അവിടെ എല്ലായിടത്തും ക്രമം വരുത്തി, സൗഖ്യം വേണ്ടിടത്ത് സൗഖ്യം നൽകി, ജീവനിലേക്ക് കൊണ്ടുവരേണ്ടതിനെ ജീവനിലേക്ക് കൊണ്ടുവന്നു. എന്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുമ്പോൾ ഇന്ന് പകൽ സമയമെടുത്ത് ഇന്ന് ഈ അധ്യായം എടുത്ത് വായിക്കണം. അതിൽ കരം വെച്ചുകൊണ്ട് ഇങ്ങനെ പറയണം, യേശുവേ, ഈ ജീവിതങ്ങൾക്ക് വരുത്തിയ മാറ്റം പോലൊരു മാറ്റം എനിക്ക് തരണം. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പാടുവാൻ എനിക്കൊരവസരം തരണം. സമയത്തിന് മുമ്പുള്ള മരണങ്ങൾ, അകാല മരണങ്ങൾ, കുടുംബത്തിനകത്ത് ദീർഘകാലങ്ങളായി വാഴുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങളുടെ മുമ്പിൽ പുറത്ത് എല്ലാവരും കാണുക ചിരിക്കുന്നെങ്കിലും, നല്ല വസ്ത്രം അണിഞ്ഞൊരുങ്ങി നമ്മൾ നടക്കുന്നെങ്കിലും, അകം ഹൃദയം വേദനിക്കുന്ന അനുഭവത്തിൽ ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ പറയട്ടെ, കപ്പർനഹൂം പുറത്തറിയപ്പെടുന്ന സ്ഥിതിയിലായിരുന്നില്ല അകത്തെ അവസ്ഥ. അത് ദൂരത്തിരുന്ന് തിരിച്ചറിഞ്ഞ് ആ പട്ടണത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച് സന്തോഷം നൽകിയ, ഉയർച്ച നൽകിയ, ജീവൻ നൽകിയ ആ യേശു ഇന്ന് ഇപ്പോൾ താങ്കളുടെ ജീവിതത്തെ അത്ഭുതകരമായി സ്പർശിച്ച് വിടുവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. എന്തേ തുടരാനാണ് താല്പര്യം? ഇനിയും ഈ കപ്പർനഹൂമിനെ പോലുള്ള അവസ്ഥയിൽ തുടരാനാണോ താല്പര്യം? നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരണ്ടേ? ഒരു വ്യത്യാസത്തിലേക്ക് നമുക്ക് പോകണ്ടേ? എന്നും കിടന്ന് കറങ്ങിയാൽ പോരല്ലോ, എന്നും കണ്ണുനീരിൽ നശിച്ചാൽ പോരല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകിട്ട് ഡിന്നർ കഴിച്ച് കൂട്ടുകാരുമൊത്ത് കറങ്ങി നമുക്ക് പോയാൽ പോരല്ലോ. ജീവിതം അർത്ഥമുള്ളതാകണ്ടേ? ജീവിതം ഒരു ലക്ഷ്യത്തിലേക്ക് വരണ്ടേ? ഒരു ഭക്തൻ പറഞ്ഞത് കേൾക്കണമേ. ഒരു കാർ ആക്സിഡന്റിൽ ഒരാൾ മരിക്കുന്നതോ, ട്രെയിനിൽ നിന്ന് വീണും ചാകുന്നതോ, പ്ലെയിൻ അപകടത്തിൽ മരിക്കുന്നതോ, കപ്പൽ മുങ്ങി ചാകുന്നതോ, ഒരു രോഗം വന്ന് മരിക്കുന്നതോ അല്ല ഏറ്റവും വലിയ അനർത്ഥം. ഏറ്റവും വലിയ അനർത്ഥം എന്ന് പറയുന്നത് 60, 80, 90, 100, 150 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും, ആരോഗ്യവും സമ്പൽ സമൃദ്ധമായിട്ട് ജീവിച്ചിരുന്നാലും, എല്ലാ നല്ല പൊസിഷനുകൾ അനുഭവിച്ചാലും ഇല്ലെങ്കിലും ആ ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ മരിക്കുകയാണെങ്കിൽ,
ലക്ഷ്യം പൂർത്തീകരിക്കാതെ മരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ട്രാജഡി, അതാണ് ഏറ്റവും വലിയ തകർച്ച. കേരള കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ നിറവേറാതെ പോകരുത്. ഹല്ലേലൂയ. കപ്പർനഹൂമിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ യേശു, സഹോദര, താങ്കളുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ ഇഷ്ടപ്പെടുന്നു. കപ്പർനഹൂമിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ യേശു, സഹോദരി, താങ്കളുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ ഇഷ്ടപ്പെടുന്നു. നാം ചോദിക്കുന്നതിന് മുമ്പ് ബൈബിൾ പറയുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഇന്ന്, and I tell you, today is the day of your miracle. ഇന്ന് താങ്കളുടെ ജീവിതത്തിന്റെ ഒരു അത്ഭുതത്തിന് ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? കപ്പർനഹൂമിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ യേശുവേ, ശതാധിപന്റെ മകൻ ദാസന് സൗഖ്യം കൊടുത്ത യേശുവേ, മരിച്ച ബാലകൻ മരണം വാഴ്ന്നിരുന്ന വീടെന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥാനത്ത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യുവാവ് ജീവിക്കുന്ന ഭവനം എന്ന അഡ്രസ്, പുതിയ അഡ്രസ് നൽകി ദേശത്തവരെ മാനിച്ച യേശുവേ, ഈ പകൽ നിറകണ്ണുകളോട് നിലവിളിച്ചുകൊണ്ട് ആശുപത്രികളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന്, ഓഫീസുകളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥയുടെ മേല് അവരെ അറിഞ്ഞ് അവർക്ക് വേണ്ടി ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കും. ആ സ്ഥിതികൾ മാറട്ടെ, കെടുതികൾ മാറട്ടെ. യേശു ഉയർത്തുന്ന ഉയർച്ച അവരനുഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. And the good news is, you are born to be touched by Jesus. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് യേശുവിനാൽ സ്പർശിക്കപ്പെടേണ്ടതിന്. And you have a bright future in Christ. ക്രിസ്തുവിൽ താങ്കൾക്ക് ഒരു ശുഭമായ ഭാവിയുണ്ട്. ഞങ്ങളോടൊപ്പം രണ്ട് കരങ്ങൾ ഉയർത്തി അല്പനിമിഷങ്ങൾ കർത്താവിനെ, യെസ് ലോർഡ്, ഹല്ലേലൂയ, രണ്ട് കരങ്ങൾ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോട് വായുകളെ തുറന്ന് ഹല്ലേലൂയ. അന്യഭാഷകളാൽ ദൈവത്തിന്റെ ആത്മാവ് നിറച്ചെങ്കിൽ അല്പനിമിഷങ്ങൾ അന്യഭാഷകൾ കർത്താവിനെ ആരാധിച്ചാട്ട്. അല്ലാത്തവർ സ്വന്തം ഭാഷയിൽ കരങ്ങൾ ഉയർത്തി യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. രണ്ട് കരങ്ങൾ ഉയർത്തി അല്പനിമിഷങ്ങൾ യേശുവേ സ്തോത്രം. ആ ഭവനത്തിൽ, ആ വീട്ടിനകത്ത്, ആ ദേശത്ത്, യെസ്, ഇതുവരെയും യേശുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്, ഇതുവരെയും യേശുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ താങ്കൾക്ക് ദൈവമകനോ ദൈവമകളോ ആയി തീരുവാൻ സാധിക്കുന്നു. ഹലോ ഹലോ, എന്തോ ഹലോ ഹലോ പറഞ്ഞാട്ടെ. ഹലോ പാസ്റ്റർ, എന്റെ മകന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ മകന്റെ പേര് അഫിരാം എന്നാണ്. 5ാം സ്റ്റാൻഡേർഡിലാണ്. 4ാം സ്റ്റാൻഡേർഡ് സെക്കൻഡ് ടൈം പരീക്ഷ കഴിഞ്ഞ് അവൻ ക്ലാസ്സിലിരിക്കൂല. ഞാനും കൂടെ ഉണ്ട്, അമ്മയും കൂടെ ഉണ്ടെങ്കിലേ കൊച്ചു ക്ലാസ്സിലിരിക്കുള്ളൂ. ബിദിരേന്നാണ് വിളിക്കുന്നത്, ട്രിവാൻഡ്രം ബിദിരേന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ കൊച്ചു ഇരിക്കണം ക്ലാസ്സില്. അപ്പൊ കൊച്ചു ക്ലാസ്സിൽ ഇന്നലെ ഞാൻ ചെന്ന് ഉച്ച വരെ ഇരുന്ന്, അത് കഴിഞ്ഞപ്പോഴ് കൊച്ചിരിക്കൂല. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെയും പ്രാർത്ഥനയ്ക്ക് ഈ സിസ്റ്റർ ഫോണിൽ വന്നിരുന്നു. അഭിരാം എന്ന് പറയുന്ന 5 വയസ്സുള്ള കുഞ്ഞിനെ അലട്ടുന്ന ഭയം. അവൻ ക്ലാസ്സിൽ, മാതാവ് കൂടെ ക്ലാസ്സിലിരിക്കണമെന്നുള്ള സ്ഥിതി ചിന്തിച്ചു നോക്കിയേ, എത്ര ഭയാനകമാണ്. അവിടെ നിന്ന് കർത്താവ് വിടുവിക്കുവാൻ വിശ്വസ്തന. ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പൈതലിനെ അലട്ടുന്ന എല്ലാ ഭയത്തിൻ്റെ ആത്മാവും വിട്ടുമാറുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അത്ഭുത കരം അവിടെ നിന്നേറ്റ് യേശുവിൻ നാമത്തിൽ പിതാവേ. സഹോദരൻ മകൾ 15 വയസ്സായ 5 പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഷീല പത്തനംതിട്ടയിൽ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ച് 15 വയസ്സായ 5 അവൾ പൂർണ്ണ സൗഖ്യമുള്ളവളായി തീരണം. എന്നോട് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കും.
വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുത കരം ഇപ്പോൾ തന്നെ ആ മകളുടെ മേൽ, അഞ്ജുവിന്റെ മേൽ വയ്ക്കണമേ. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലായി തീരട്ടെ. ശരീരത്തിൽ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ യേശു ചെയ്ത വലിയ വിടുതൽ അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ഗുഡ് മോർണിംഗ് പാസ്റ്റർ. കം ഓൺ അജിത്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ദൈവം അനേകം ജീവിതങ്ങൾ വിടുതലിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു പാസ്റ്റർ. തിരുവനന്തപുരത്ത് നിന്നും സാറ എന്നൊരു മാതാവ് വിളിച്ചത്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ആ മാതാവിന് അനുഭവപ്പെട്ട പ്രാർത്ഥനയുടെ കേരളം, അതും ഒരു നല്ല പേരാ, പ്രാർത്ഥിക്കുന്ന കേരളം. കം ഓൺ. ആ മാതാവിന് അനുഭവപ്പെട്ട ഡെങ്കിപ്പനിയാൽ വളരെയേറെ ഭാരപ്പെട്ടിരുന്നു. ഡെങ്കിപ്പനിയാൽ പ്രാർത്ഥിക്കുന്ന കേരളത്തെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. ദൈവം പൂർണ്ണ സൗഖ്യം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. പ്രത്യേകിച്ച് ഡെങ്കിപ്പനിക്ക് വേണ്ടി ക്ലേശത്തോടിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. യേശു മാതാവിന് സൗഖ്യമാക്കി. നമുക്കൊന്നിച്ച് കേരളത്തെ രണ്ട് കരങ്ങളും യേശുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമായി നമുക്കൊന്നിച്ച് രണ്ട് കരങ്ങളും ദൈവസന്നിധി ഉയർത്തി കേരളം എന്ന സംസ്ഥാനത്തെ കോടിക്കണക്കിന് ജനങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധികളിൽ നിന്ന് ജീവിതങ്ങൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. പല ആശുപത്രികളിൽ ദിവസങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആശുപത്രികളുടെ വരാന്തകൾ മുഴുവൻ നിറഞ്ഞ രോഗികൾ കിടക്കുക. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ഈ ദേശത്തുനിന്ന് പകർച്ചവ്യാധി മാറട്ടെ. ഞങ്ങളുടെ സംസ്ഥാനം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടുംബങ്ങൾ, വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫ് ഓരോരുത്തരെയും അവിടുന്ന് സംരക്ഷിക്കുക. നെടുമുടിയിൽ നിന്ന് തോമസ് കുട്ടി എന്നൊരു ബ്രദർ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വയറ്റിൽ മുഴയുണ്ടെന്ന് ഡോക്ടേഴ്സ് സംശയം പറഞ്ഞു. അപ്പൊ അവരതിനാൽ വളരെയേറെ ടെൻഷൻ അനുഭവിച്ചിരുന്നു. അവരെവിടുന്ന് വിളിച്ച്? നെടുമുടിയിൽ നിന്ന്. അദ്ദേഹം ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി. യേശു പൂർണ്ണമായ സൗഖ്യം നൽകി. ഭയപ്പെട്ടിരുന്നതൊന്നും അവിടെ ഇല്ല. ഡോക്ടർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞത് അവിടെ ഇല്ലാതാക്കി മാറ്റിയ യേശു. ഇന്ന് ധാരാളം ടെസ്റ്റുകൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് അത് വയറാകാം, യൂട്രസിലാകാം, ലിവറിനാകാം, കരളിനാകാം, എവിടെയുമാകട്ടെ. ഞാൻ സന്തോഷത്തോടെ ഇങ്ങനെ ഉറപ്പോടെ പറയട്ടെ, കപ്പർനഹൂമിൻ്റെ സ്ഥിതിക്ക് മാറ്റം തന്ന യേശു ഇന്ന് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടെന്ന് സംശയിച്ചിരുന്നത് അവിടെ കാണില്ല. യേശു താങ്കളെ തൊട്ട് വിടുവിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വരാം. അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 പാസ്റ്റർ, ഞാൻ സിനിയാണ് ട്രിവാൻഡ്രത്തിൽ നിന്ന്. ഷിമി. ഹലോ പാസ്റ്റർ, ഞാൻ സിനിയാണ് ട്രിവാൻഡ്രത്തിൽ നിന്ന്. സിനി പറഞ്ഞാട്ട് ട്രിവാൻഡ്രത്ത്. സിനിയാണ് സിനി. വേഗം പറഞ്ഞോളൂ. എന്റെ സഹോദരനെ ഡയാലിക്സ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ കൂടുതലായിട്ട് കിടക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും. പേരെന്തായിരുന്നു സഹോദരന്റെ? വിജയൻ. ഒന്നുകൂടെ ആ പേരൊന്നുകൂടെ ഒന്ന് പറയാമോ? വിജയൻ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഡയാലിസിസ് കഴിഞ്ഞ് വളരെ ക്ലേശത്തിലൂടെ മെഡിക്കൽ കോളേജിൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരിക്കുന്ന വിജയന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഡയാലിസിസിലൂടെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന വൃക്കസംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുത സൗഖ്യം നൽകും. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വ്യക്തമായ വിടുതൽ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ അവർ ജീവനും ആരോഗ്യമുള്ളവരാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ടെസ്റ്റുകൾക്ക് വേണ്ടി വിധേയമാകാൻ പോകുന്ന ഓരോ ജീവിതത്തിന് മേലും എന്റെ യേശുവിന്റെ കരം. ഡോക്ടേഴ്സ് ആ ടെസ്റ്റുകൾക്ക് ശേഷമുള്ള റിപ്പോർട്ട് നോക്കുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വർത്തമാനം അവരുടെ വായിൽ നിന്ന് കർത്താവ് പുറപ്പെടുവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. താങ്കളുടെ പേര്, കഫർനഹൂമിന്റെ പേര്, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ യേശു താങ്കളുടെ ജീവിതത്തെ മാറ്റം വരുത്തും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray, Father, that every person who is going to go for a test medically, I pray that everything will be normal.
in Jesus mighty name, in the physical body. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ അവരുടെ ശരീരത്തിൽ 100% നോർമൽസി ഉണ്ടാകട്ടെ. എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് സംശയാസ്പദമായത് മുഴുവൻ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ആരോഗ്യവും സൗഖ്യവും അവരിൽ ഉണ്ടാകട്ടെ. ഈ ജനം സന്തോഷിക്കട്ടെ കർത്താവേ. യേശുവിൻ നാമത്തിൽ, യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ മകനായി നമുക്ക് ജീവിക്കണം. യേശു അത്ഭുത മന്ത്രി, വീരനായ ദൈവം, സമാധാന പ്രഭു. ഇന്ന് അവൻ താങ്കളുടെ ജീവിതത്തിൽ അത്ഭുത പ്രവർത്തിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ലോകത്തിലെ ഏതൊരു രാജ്യത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ നമ്പറുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥന കേരളത്തിൽ താങ്കളുടെ കൂടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നിൽക്കും. യേശുവിന്റെ വിടുതൽ നമ്മൾ അനുഭവിക്കാം. എന്നെ വിളിച്ചിരിക്കുന്നു. മകന് ജോലി വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം തന്റെ പൈതലിന് വേണ്ടി ഒരു വഴി തുറന്നു കൊടുത്താട്ട് ആ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി തീർന്നു കൊടുത്ത് കുടുംബത്തെ മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ. ചെങ്ങന്നൂരിൽ മറിയാമ്മ വിളിച്ചിരിക്കുന്നു. മകളും കുടുംബവും 10 വർഷമായി മക്കളില്ലാതെ ഭാരപ്പെടുന്നു. മകൻ ജോർജ് കൂടി വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവേ, അവസ്ഥ എന്ത് കർത്താവെ തടസ്സമായിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ, യേശുവിന്റെ ശക്തിയോടെ ഇറങ്ങട്ടെ. അത്ഭുതം നടക്കട്ടെ കർത്താവ്. അനുഗ്രഹിക്കവിടെ തലമുറയെ കൊടുത്ത് മാനിക്കണം. അതുപോലെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, തക്കതായ ഒരു തുണയെ ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിക്കണം. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. അറിയാമ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ഷൈജുവിന് വേറെ ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, തന്റെ മക്കളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവപ്രവൃത്തി വ്യക്തമായി വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ജോലി ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് ജോർജ് വിളിപ്പ് വിളിച്ചിരിക്കുന്നു. മകനുമോള് വേദന ഫീവറായി ബാംഗ്ലൂരിൽ ജോലി സ്ഥലത്തായിരിക്കുന്നു. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച മകളെയും മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ അത്ഭുത കരമിറങ്ങണം. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചയക്കുന്നു. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജയ അഞ്ചലിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ 4 വർഷമായി SLE എന്ന രോഗത്താൽ ഭാരപ്പെടുന്നു. പൂർണ്ണ സൗഖ്യം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ബാധയും ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കേണ്ടതിന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ ആ രോഗബന്ധനം അഴിഞ്ഞു പോകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായി ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. കൊളസയിൽ നെൽസി വിളിച്ചിരിക്കുന്നു. മകന് ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടത് പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ അത് പാസ്സായി കിട്ടുവാൻ തക്കവണ്ണം അധികാരിയുടെ ഹൃദയത്തോട് കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഷുഗർ കുറയുവാൻ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പ്രാർത്ഥിക്കുവാൻ. കർത്താവ് അത് നോർമലാക്കി തന്നു. യേശുവിന് എല്ലാ മഹത്വവും. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തലച്ചോറ് ഇളകി മറിഞ്ഞ് പരിസരബോധം നഷ്ടപ്പെട്ട് രീതിയിലുള്ള തലവേദനയാൽ ഭാരപ്പെട്ടിരുന്നു. ആ സന്ദർഭത്തിൽ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. ആ നിമിഷം തന്നെ പൂർണ്ണ സൗഖ്യം യേശു എനിക്ക് നൽകി. പ്രാർത്ഥിച്ച പ്രാർത്ഥന കേരളത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. 2 കരങ്ങൾ പഠിച്ച് കർത്താവിന് നന്ദി പറയാം. ജയകുമാരിയുടെ ഭർത്താവിന് സൗദിയിൽ ജോലി നഷ്ടപ്പെട്ടപ്പോ പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. പഴയതിലും നല്ല ജോലി ലഭിച്ചു. പ്രാർത്ഥിച്ച പ്രാർത്ഥന കേരളത്തിലെ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം നന്ദി അറിയിച്ചിട്ടുണ്ട്. ജയകുമാരി ട്രിവാൻഡ്രം 2 കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ഈ സന്ദർഭത്തിൽ അടുത്ത വിടുതലിന്റെ വാർത്ത ഞാൻ പറയുന്നതിന് മുമ്പ് ജോലി സംബന്ധമായി സ്വദേശത്താകട്ടെ വിദേശത്താകട്ടെ സ്വരാജ്യത്താകട്ടെ മറ്റു രാജ്യങ്ങളാകട്ടെ നമ്മുടെ ഏത് പ്രിയപ്പെട്ടവരും ജോലി സംബന്ധമായി ക്ലേശങ്ങളുടെ പോകുന്നെങ്കിൽ ഈ പകൽ ഞങ്ങളോട് ചേർന്ന് 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ആയിരക്കണക്കിന് ദൈവത്തിന്റെ മക്കൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജോലി സംബന്ധമായി ക്ലേശിക്കുന്ന, നഷ്ടപ്പെട്ട, ഭാരപ്പെടുന്ന, ജോലി ഇല്ലാത്തവർക്കായി, യോഗ്യതയുണ്ടായിട്ട് വലയുന്നവർക്കായി
പീഡയിലൂടെ കടന്നു പോകുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഉയർന്ന വഴികൾ അവർക്ക് ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവേ, ഈ ജയകുമാരി വിളിച്ചു പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ ഫലമായി പഴയതിലും നല്ല ജോലി ലഭിച്ചെന്ന് ഇവർ ഓരോരുത്തരും വിളിച്ചു പറയുവാൻ ഈ പകൽ നന്മയ്ക്കായി അടയാളങ്ങൾ യേശുവിൻ നാമത്തിൽ അവർ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ, ഗ്ലോറി ടു ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഖത്തറിൽ ടെസ്റ്റ് പാസ്സായി പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥന കേരളത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ലിസിയ കോട്ടയത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു പ്രാർത്ഥന വിഷയം അതിനകത്തുള്ളത് മകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ വിവാഹപ്രായമായ പക്ഷെ വിവാഹം നടക്കാത്ത യുവതിയുവാക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എന്നോടൊപ്പം ധാരാളം സഹോദരങ്ങളെ, ധാരാളം മാതാപിതാക്കൾ, ധാരാളം യുവതിയുവാക്കന്മാർ SMS-ലൂടെ, ഇമെയിലൂടെ, ഫോണിലൂടെ, കത്തുകളിലൂടെ ഇവിടെ പ്രാർത്ഥന വിഷയങ്ങൾ വരുന്നുണ്ട്. ഞാനത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു ടെലിഫോൺ ഉണ്ട്. ഹലോ ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുവാണ്. എന്റെ പേര് എബ്രഹാം, കാക്കനാട്, എറണാകുളം. പറഞ്ഞാ സാറേ, ഞാൻ വിളിക്കുന്നത് കുവൈറ്റിലെ പ്രത്യേക ാണ്. അവിടെ നമ്മുടെ ആളുകൾക്ക് ആരാധനയ്ക്ക് പോകുവാൻ, കൂട്ടായ്മകൾക്ക് പോകുവാൻ ഭയമായി തുടങ്ങി. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് നടത്തുവാൻ ഭയമായി തുടങ്ങി. അവിടെ നമ്മുടെ ആളുകൾ മൊത്തം ഒരു ഭീതിയുടെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവിടെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് വരുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ ആളുകൾ ഈ റോഡ് ചെക്കിങ്, ഹൗസ് ചെക്കിങ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ ഭയത്തിലാണ് ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളെ അവരുടെ ബേബി സിറ്റിങ്ങിൽ ആക്കിയേച്ച് പോകുവാൻ പ്രോബ്ലം, അതുപോലെ ഹൗസ് മെയ്റ്റ്സ് വരാൻ പ്രോബ്ലം. ഇതിനൊക്കെ വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു ഭീതിജനകമായ അവസ്ഥ അവിടെ ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സമാധാനവും സുരക്ഷിതത്വം അവിടെ ഇറങ്ങണം. ഹല്ലേലൂയ. തീർച്ചയായിട്ടും സാറേ, താങ്ക് യു. ഫോണിൽ വന്ന ഈ വിവരം എത്ര ഭാരത്തോടെയാ ഈ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. കുവൈറ്റിലുള്ളതായ ഇന്ത്യക്കാരുടെ ധാരാളം പ്രിയപ്പെട്ടവർ കുവൈറ്റിലുണ്ട്. അവരുടെ ഭവനങ്ങൾ ചെക്ക് ചെയ്യുന്നു ഗവൺമെൻറ്. റോഡുകളിൽ ചെക്കിങ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൂടെ വന്ന വാർത്ത, നമ്മുടെ ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം എല്ലായിടത്തും മുമ്പോട്ട് പോയി സകലതും ഭംഗിയാക്കേണ്ടതിന് നമ്മുടെ പ്രിയപ്പെട്ടവർ, വിശിഷ്യ കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ കുവൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഞങ്ങളോടൊപ്പം ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ കർത്താവ് മതിലിൻ്റെ മേൽ കാവൽക്കാരായി വെച്ചിരിക്കുമ്പോൾ പ്രാർത്ഥന കേരളം ഒന്നിച്ചു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. 10,000-കണക്കിന് ദൈവത്തിന്റെ മക്കൾ everywhere in the world, I would request everyone to join us in prayer for the peace of the nations of the world. ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു. എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേരളം എന്ന ഈ കുടുംബം ഒന്നിച്ചു ചേർന്ന് കർത്താവേ, ഈ രാജ്യത്തു നിന്ന് മറ്റു രാജ്യങ്ങളിൽ വിശേഷ കുവൈറ്റിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരിക്കണമേ. ആവശ്യമില്ലാത്ത എല്ലാ ചെക്കിങ്ങുകള്, അങ്ങനെയുള്ള നിയമങ്ങൾ പോലും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു എന്ന തിരുവെട്ടിൻ പ്രകാരം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ 100% മാറ്റങ്ങൾ മാത്രമല്ല, ജനത്തിന്റെ മേൽ സുരക്ഷിതത്വം. അശൂർ പാളയത്തിലേക്ക് ഇറങ്ങിയ ദൂതനെ പോലെ ദൈവജനത്തിന് ചുറ്റുമാറി അയച്ച് കാവലായി ഇറങ്ങോ. ഭയവും കൺഫ്യൂഷനും മാറട്ടെ, സുരക്ഷിതത്വം ഉണ്ടാകട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ. RCC നമ്പിക വിളിച്ചിരിക്കുന്ന അനുജ ക്യാൻസർ ഫൈനൽ കീമോ കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യത്തിന് പ്രാർത്ഥിക്കണം. അനന്തകൃഷ്ണൻ നരമ്പിന് ക്യാൻസറിന് പൂർണ്ണ സൗഖ്യം വേണം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് RCC പല പ്രിയപ്പെട്ടവർ ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ വിളിക്കുന്നുണ്ട്. RCC രാവിലെ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേകരുടെ ജീവിതത്തിലെ വിടുതലുകൾ നമുക്ക് കാണാൻ കഴിയുന്നു.
പ്രാർത്ഥിക്കാൻ പോവുക. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരുപാട് പേരുണ്ട് ഞങ്ങളോടൊപ്പം രണ്ട് കരങ്ങൾ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിച്ച് ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന സകല ജീവിതത്തിന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രഭാതി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളെയും യേശുവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ അവരിൽ മേൽ നിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. ഉച്ച മുതൽ ഉള്ള കാൽവരെയും കർത്താവേ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ വിടുതൽ ഓരോരുത്തരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗത്തിന് പൂർണ്ണമായ വിടുതൽ നൽകിയാട്ടെ. ആരോഗ്യം ജീവനും പകർന്നു കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദീർഘായുസിനാൽ ഓരോരുത്തരെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനന്തകൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരുമേ അങ്ങ് പകർന്ന സൗഖ്യത്തിനായി വിടുതലായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഡെയ്സി പത്തനംതിട്ട എന്ന് വിളിച്ചിരിക്കുന്ന മകന് നല്ല ജോലി ലഭിക്കണം. മകളുടെ +1 റിസൾട്ട് ഇന്ന് അറിയും. ശ്വാസമുട്ടലും ജലദോഷത്താൽ ഭാരപ്പെടുന്നു. കർത്താവെ, ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ലൊരു ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ട. ആ മകളുടെ റിസൾട്ട് കർത്താവെ അനുകൂലമാക്കി കൊടുത്താട്ട. നല്ലൊരു വിഷയം നീ കൊടുത്താട്ട. ആ ശ്വാസമുട്ടലും ജലദോഷവും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 അനുപമ, എവിടെ നിന്നാ വിളിക്കുന്നേ? എവിടെ നിന്നാ വിളിക്കുന്നേ? ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. കൊല്ലത്തുനിന്ന്. പറഞ്ഞാട്ടെ. 2-3 പ്രാവശ്യം ഞാൻ വിളിക്കുന്നു. ഇവിടെ തന്നെ കിട്ടുന്നില്ലായിരുന്നു. സോറി. പക്ഷേ എന്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു. ഞാൻ 3 ദിവസത്തിനാണ് കയറി വരും പറഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ചേട്ടന് വിസ അടിച്ചു കൊടുക്കുന്നില്ല. എവിടെയാ അദ്ദേഹം ജോലി ചെയ്യുന്നേ? ബഹറില ജോലി ചെയ്യുന്നത്. അവിടെ കടയായിരുന്നു. അന്നേരം വിസ അടിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഓക്കെ, നമുക്ക് ചേർന്ന് 3 ദിവസത്തിനാണ് കയറി വരുന്നത്. അത് നമ്മൾ കേട്ട വാർത്തയാ. കർത്താവിനൊരു പുതിയ വഴിയുണ്ട് സിസ്റ്ററെ. യേശു അത്ഭുതങ്ങളുടെ കർത്താവാ. നമുക്കൊന്നിച്ച് പ്രേയിങ് കേരളയിലെ 10,000-കണക്കിന് ദൈവത്തിന്റെ മക്കൾ, ദൈവജനം ഒന്നിച്ചു ചേർന്ന് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുക. ബൈബിൾ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. വിസ അടിച്ചു കൊടുക്കാത്തത് കൊണ്ട് ബഹറിലൊരു കടയിട്ട് ജോലി ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രിയ സഹോദരൻ തിരിച്ചു വരേണ്ട ഒരു സ്ഥിതിയാണ്. 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യെസ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴി എന്റെ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കൂ. വിസ യേശുവിൻ നാമത്തിൽ ലഭിക്കട്ടെ. എന്റെ കർത്താവിന്റെ കരം നീട്ടിയത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. യെലോന എന്നൊരു കുഞ്ഞ് 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് ഹാർട്ട് വാൽവിന് പ്രോബ്ലമായിട്ട് അമൃത ഹോസ്പിറ്റലിലായിരിക്കുന്നു. 3 ഓപ്പറേഷൻ ഇതിനോടാൻ കഴിഞ്ഞു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അടിപ്പിണരുള്ള സൗഖ്യം ആ കുഞ്ഞിന്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. പരിപൂർണമായ സൗഖ്യം ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്ന മകന് ബിടെക്കിന്റെ എക്സാം ആണ്. കടയിൽ കച്ചവടം നടക്കണം. കുടുംബസ്വത്ത് സമാധാനപരമായി വീതം വെക്കണം. കർത്താവെ, ആ മകനെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ആ എക്സാം കർത്താവെ നല്ലൊരു വിജയം ആ എക്സാമിന് നിന്റെ മകന് കൊടുത്താട്ട്. കർത്താവെ, ബിസിനസ്സിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അത് മേൽക്കുമേൽ വർദ്ധിച്ചു വരട്ടെ. കർത്താവെ, ആ പാർട്ടിഷൻ കർത്താവെ സമാധാനപരമായി നടക്കട്ടെ. കർത്താവെ, ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് ലേഖറാണ് വിളിച്ചിരിക്കുന്നത്. ഭർത്താവിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞു. കിഡ്നി പ്രോബ്ലം ഉണ്ട്. ഷുഗർ, കൊളസ്ട്രോൾ ഹൈ ആണ്. അവന്റെ മരുമോൾക്ക് ബോൺ മാരോ ക്യാൻസർ, അതുപോലെ ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. ബ്ലഡ് കൗണ്ട് കുറവാണ്. സൗഖ്യത്തിന് കൊച്ചുമോൻ 1.5 വയസ്സ് ക്യാൻസർ കീമോ നടത്തുന്നു. പൂർണ്ണ സൗഖ്യം വേണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മേലും ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും മേലും കർത്താവെ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളം കാൽവരെയും അങ്ങയുടെ സൗഖ്യം ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കണം. പൂർണ്ണ സൗഖ്യം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ലീലാമ്മ പന്തളത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. മക്കൾ പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കുടുംബജീവൻ നയിക്കുവാൻ പ്രാർത്ഥിക്കണം. കർത്താവെ, ആ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുന്നിൽ നിൽക്കുന്ന എന്ത് വിഷയമാണെങ്കിലും കർത്താവെ അതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ സ്നേഹത്താലും യേശുവിന്റെ സന്തോഷത്താലും ആ കുടുംബത്തിൽ നിറയട്ടെ. പക്ഷ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. മഴ ഇല്ലാതിരുന്ന വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ചേർന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചു.
ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഭയങ്കരമായ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് കർത്താവിൽ കൂടുതൽ വിശ്വസിക്കുവാൻ ഇടയായി. പേര് പറയണ്ട എന്ന് പറഞ്ഞ് മാന്നാറിൽ നിന്ന് ഒരു വ്യക്തി നമ്മോടുകൂടെ ഇന്നലെ ടെലഫോണിൽ വന്നിരുന്നു. ചില വിഷമതകളിലൂടെ കടന്നു പോകുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂത്ത മകന്റെ വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനുള്ള വിശ്വാസത്തിന്റെ വർധനവിനാൽ നിറച്ചാട്ട് നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കും. ആ മകന്റെ വിവാഹം അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ ആ കുടുംബം ഉയർച്ച പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രമോദേ, ഗുഡ് മോർണിംഗ് കയ്യിലിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദിയിലുള്ളതായ ജയമോൾ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. സൗദിയിൽ പാസ്റ്ററെ അവർക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇവരുടെ ജോലി നേഴ്സാണ്. ജോലി കാരണം വെളിയിൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്റർനെറ്റിലൂടെ നമ്മുടെ ഈ ആരാധനയിൽ അവർ പങ്കെടുക്കുന്നു. വീട്ടിനകത്ത് ആരാധനയാണ്. ആഴ്ചയിൽ ഒരിക്കലല്ല, എല്ലാ ദിവസവും. ഒരു ദിവസം വിശ്രമം, ബാക്കി 6 ദിവസവും. 2 മാസം മുമ്പ് കരൾ വീക്കം ബാധിച്ച് ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിരുന്നു. യേശു അത്ഭുത സൗഖ്യം നൽകി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ഈ ശുശ്രൂഷ എത്തുവാൻ ചിലർ അതിന്റെ പിറകിൽ ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ആ ജയമോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൗദിയിൽ ഒരു നേഴ്സായി ജോലി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആരാധനയ്ക്ക് പോകുവാൻ സൗകര്യമില്ലാതിരിക്കുമ്പോൾ സ്വന്തം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന harvesttv.in എന്ന വിലാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ലോകത്തിന് ഏതൊരു രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. അഥവാ തത്സമയം പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ YouTube/It'sOurTimeTV YouTube/It'sOurTimeTV ഇത് നമ്മുടെ സമയം എന്ന അർത്ഥത്തിലാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അതില് കയറിയാൽ ഇതുവരെയുള്ള എല്ലാ ശുശ്രൂഷകളും അതിൽ താങ്കൾക്ക് താങ്കളുടെ പ്രിയപ്പെട്ടവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. 2 മാസം മുമ്പ് കരൾ വീക്കം ബാധിച്ച് ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. സൗഖ്യം യേശു നൽകി. ഇപ്പം പ്രാർത്ഥിച്ച വിഷയമാണ്. ഈ 2.5 വയസ്സുള്ള ഹാർട്ട് പ്രോബ്ലം ഇപ്പം പ്രാർത്ഥിച്ച വിഷയമാണ്. ഇതെല്ലാം പാസ്റ്റർ അവർക്ക് ഡോക്ടറാൽ കൈവിട്ട ഓരോ കാര്യങ്ങള്. ഇത് അമൃത ഹോസ്പിറ്റല്. അതെ പാസ്റ്റർ. അതെ, അല്ല ഇപ്പൊ ഈ ശുശ്രൂഷയിൽ അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഇത് 2 പ്രാർത്ഥിച്ചതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പാസ്റ്ററെ, ഈ ജയമോളെ പോലുള്ള വ്യക്തികളാണ് ഇവരെ ഇതിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ചെറുതും വലുതുമായ തുകകൾ ഈ ശുശ്രൂഷയിലേക്ക് നിക്ഷേപിക്കുന്ന താങ്കളെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മാത്രമല്ല, താങ്കളോട് നന്ദി എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല. ഒരു കുടുംബമാണ് പാസ്റ്റർ. ഭർത്താവിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞു, മകൾക്ക് ബോൺ മാരോ ടെസ്റ്റ്, മകളുടെ കുഞ്ഞിന് ക്യാൻസർ 1.5 വയസ്സുള്ള ഒരു കുടുംബത്തിൽ ഭർത്താവിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞു, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മരുമകൾക്ക് ബോൺ മാരോ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ കുറവ്, കൗണ്ട് കുറവ്, ഇനി കൊച്ചുമകന് 1.5 വയസ്സ് ക്യാൻസർ. ഇങ്ങനൊരു സ്ഥിതി വേണ്ട. നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയല്ലേ സഹോദരങ്ങളെ? എത്രയോ ആഴമേറിയ ദുഃഖത്തിലൂടെയായി ഇവർ കടന്നു പോകുന്നത്. യേശുവിന്റെ കണ്ണുനീരൊപ്പേണ്ടതിന് നമുക്കൊന്നിച്ച് പ്രാർത്ഥനാ കേരളം എന്ന കുടുംബത്തിൽ നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. എന്നോടൊപ്പം 2 കരങ്ങൾ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിച്ച് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ധാരാളം ആളുകൾ മറ്റ് പല ഹോസ്പിറ്റലിൽ നിന്ന്, പ്രൈവറ്റ് റൂമുകളിൽ നിന്ന്, അവരുടെ ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ അവർ പങ്കെടുക്കുന്നുണ്ട്. ഇന്റർനെറ്റിലൂടെ, ടെലഫോണിലൂടെ അവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വാൽവിന് പ്രോബ്ലം 2.5 വയസ്സുള്ള എല്ലോന എന്നൊരു കുഞ്ഞാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ 2 കുടുംബത്തിൽ
ഓ മൈ ഗാഡ്, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, 3 ഓപ്പറേഷൻ കഴിഞ്ഞു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2.5 വയസ്സേ ഉള്ളൂ, 3 ഓപ്പറേഷൻ കഴിഞ്ഞു. ഹാർട്ടിന്റെ വാൽവിന്റെ പ്രോബ്ലമാ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുത സൗഖ്യം ആ കുഞ്ഞിന്റെ മേൽ നൽകും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് ക്രമത്തിന്റെ ദൈവമാകയാൽ, സൃഷ്ടിതാവാം ദൈവമേ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ തന്നെ ഡിവൈൻ ഓർഡർ ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകട്ടെ. വാൽവുകൾ നോർമൽ ആകട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒരു ഡോക്ടർ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇഷ്ടമായി അയാളുടെ കരം കൊണ്ടതിൽ നേരെയാക്കും. കർത്താവേ, വീട്ടിനകത്ത് ഹസ്ബൻഡ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിഡ്നി പ്രോബ്ലത്താൽ, ഷുഗർ, കൊളസ്ട്രോളിനാൽ കഷ്ടപ്പെടുന്നല്ലോ ഈ കുടുംബത്തിൽ. കർത്താവെ, മരുമകൾക്ക് ബോൺ മാരോ ക്യാൻസർ, കൊച്ചുമകൻ 1.5 വയസ്സുള്ള കുഞ്ഞിന് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നല്ലോ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലേഖ റാണിയെ, ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ രാജ്യം ആ ഭവനത്തിനകത്ത് ഇറങ്ങട്ടെ. യേശുവിന്റെ ഭരണം അവിടെ ഇറങ്ങട്ടെ. യേശു അത്ഭുത മന്ത്രിയായി, യേശു വീരനായ ദൈവമായി, യേശു അത്ഭുത വൈദ്യനായി ഇപ്പോൾ അവിടെ ഇറങ്ങണം. വചനത്താലുള്ള സൗഖ്യം അവർ യേശുവിൻ നാമത്തിൽ ഓരോരുത്തരും അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ജീസസ്. എറണാകുളത്ത് നിന്ന് ജോസ് എന്ന ബ്രദർ വിളിച്ചിരിക്കുന്നു. വൈഫ് ത്രേസ്യാമ്മയ്ക്ക് ബ്രസ്റ്റിൽ മുഴ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവെ, ആ മാതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സാന്നിധ്യത്താൽ ആ ജീവിതത്തിന്റെ ശരീരത്തിന്മേൽ കർത്താവെ പൂർണ്ണ സൗഖ്യം ഉണ്ടാവുക കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കാസർഗോഡ് അഖിലിനെ വിളിച്ചിരിക്കുന്നു. മാനസിക പ്രയാസം മാറുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസം ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. സിസ്റ്ററെ, കാസർഗോഡ് അത് എവിടാണെന്ന് എഴുതിയിട്ടുണ്ടോ അതിനകത്ത്? ഇല്ല. കാസർഗോഡ് ഒരു സെക്കൻഡ് നമുക്ക് അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കാസർഗോഡ്, വയനാട്, കേരളത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഈ പ്രാർത്ഥന കേരളത്തിൽ ധാരാളം ആളുകളുണ്ട്. ഇന്നലെ എന്നെ കൽക്കട്ടയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്കിലും ഫെബ്രുവരി മുതൽ ഞങ്ങൾ ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നുണ്ട് ഇൻ്റർനെറ്റിലൂടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇതിന് കാരണം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യം കർത്താവോടെ നൽകാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മളം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവസ്നേഹത്തിൽ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വിദ്യാഭ്യാസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കർത്താവ് അവിടെ നല്ല ഭാവി കർത്താവ് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാലക്കാട് നിന്ന് ലളിത എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ചിക്കൻ പോക്സിനാൽ ഭാരപ്പെടുന്നു. മകന് 14-ാം തീയതി BEdസിന്റെ എക്സാം നടക്കുകയാണ്. അതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, കർത്താവെ, ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭർത്താവിന്മേലുള്ള കർത്താവെ ആ അസുഖം മാറട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യ ശരീരത്തിന്മേൽ ഉണ്ടാവട്ടെ. കർത്താവ്, മകനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എക്സാമിന് ഉന്നതൊരു വിജയം നേടിയെടുക്കുവാൻ ആ മകനെ നീ അനുഗ്രഹിക്കുമാറണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിളിച്ചിരിക്കുന്നു. ശനിയാഴ്ച ഒരു ഇന്റർവ്യൂവിന് കടന്നു പോകുന്ന ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൈതൽ ഇന്റർവ്യൂവിന് കടന്നു പോകുമ്പോൾ ആവശ്യമായ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ലഭിപ്പാൻ തക്കവണ്ണം അനേകപ്പെട്ട ജോലി ലഭിപ്പാൻ കർത്താവ് ഇടയാക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നെയ്യാറ്റിൻകരയിൽ നിന്ന് സുനിത സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് പനിയാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ആ കുഞ്ഞുങ്ങളെ നീ സൗഖ്യമാക്കുന്നു. ദൈവമാകിയ സ്തോത്രം. പൂർണ്ണ വിടുതൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിനെ കോശി വിളിച്ചിരിക്കുന്നു. കിഡ്നി പ്രോബ്ലത്തിൽ കടന്നു വന്ന് പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച പൈതനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകനേലട്ടുന്ന എല്ലാ രോഗത്തിന് വിട്ടുവീക്കണമേ. പൂർണ്ണമായ സൗഖ്യം, പൂർണ്ണമായ ആരോഗ്യം ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ അത്ഭുത കവരുടെ തൊട്ടാട്ടം കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ മനോരമയിൽ പേജിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭൂരിഭാഗം കിണറുകളിലും ജലം മലിനമെന്ന് പഠനം എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കേരളത്തിൽ സമൃദ്ധമായ മഴയും ശുദ്ധജലവും നമുക്ക് ലഭിക്കണം. തീർച്ചയായിട്ടും അടുത്തത് 3-ാമത്തെ പേജിൽ ഭൂമിക്കൊരു കുട വൃക്ഷത്തൈ വിതരണം ശനിയാഴ്ച എന്ന പേരിൽ നല്ലൊരു വർത്തമാനം വന്നിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കഴിയുന്നിടത്തോളം മരങ്ങൾ നട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ഓരോ വ്യക്തികളും ചെയ്യുവാനായിട്ട് പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങൾ ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനം എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ സമൃദ്ധമായ മഴയുണ്ടാകട്ടെ, ശുദ്ധജലമുണ്ടാകട്ടെ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. We bless India
In Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Let every spirit of poverty be removed from our nation in Jesus' name. ഈ രാജ്യത്തു നിന്ന് ദാരിദ്ര്യത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. എല്ലായിടത്തും ദൈവികമായ ഓർഡർ ഉണ്ടാകട്ടെ. Let there be divine order over our nation. In Jesus' mighty name we pray. Let's all sing together. നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ടെലിഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പേരുകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനം ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. താങ്കൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോം താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നിടുന്നു. 7 മണിക്ക് ശേഷം ടെലിഫോണിൽ വിളിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പർ താങ്കൾക്ക് ലഭ്യമായിരിക്കും. ഞങ്ങൾ സമയം ക്രമീകരിച്ചു തരാം. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പല സ്ഥലങ്ങളിൽ നിന്ന് ശ്രേഷ്ഠരായ ദൈവദാസിദാസന്മാർ, അനേക വർഷങ്ങൾ ശുശ്രൂഷയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവഭക്തന്മാർ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം കാട്ടുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും മതിലിന്മേൽ കാവൽക്കാരായി ഈ അന്ത്യകാലത്ത് ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളം നമുക്ക് ഒന്നിച്ച് यीशु नाम की जय. आइए हम सब मिलकर यीशु नाम गाएंगे. यीशु नाम की जय. एक और बार यीशु नाम കരങ്ങൾ തട്ടി ചേർന്ന് यीशु नाम की जय. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम की जय. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम की जय. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम की जय. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम की जय. जिस नाम में है जिंदगी वो नाम है यीशु मसीह. जिस नाम में है बंदगी वो नाम है यीशु मसीह. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम की जय. यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम यीशु नाम की जय. Let's all stand up on our feet and sing. Let's all worship the Lord. Yes, ഓരോ കുടുംബങ്ങളിലും എല്ലാവരും ചേർന്ന് കൈകളെ തട്ടി ചേർന്ന് ആശുപത്രികളിൽ, എയർപോർട്ടുകളിൽ, ഓഫീസുകളിൽ, wherever you are, would you stand upon your feet and worship the Lord? Let's lift the name Jesus. Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam ki jay. Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam ki jay. Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam ki jay. Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam ki jay. Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam Yeshu naam ki jay.
going to pray for everyone who is sick. If you are sick, would you place your hand on the place where you are sick? Or would you lift your hands to the Lord and Jesus, be my Savior, I need you. Jesus, be my Savior, I need you. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രോഗമുള്ള ഭാഗത്തോ കരങ്ങൾ വയ്ക്കുകയോ അല്ലെങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യുക. യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഓരോരുത്തരും ഉണ്ടാകട്ടെ. Be healed in Jesus' mighty name. 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 യേശുവിൻ നാമത്തിൽ സമ്പൂർണ്ണമായ സൗഖ്യമാകട്ടെ. നാളെ പ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് വരേക്കും യേശുവിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്നും എബ്രായ ലേഖനം 11-12 അധ്യായങ്ങൾ നമ്മൾ എടുത്തു വായിക്കണം. 12-ാം അധ്യായം 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളെ നിശ്ചയവുമാകുന്നു. 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ രത്ന ചുരുക്കം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും സകല പാപവും ഉപേക്ഷിച്ച് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് യേശുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ എല്ലാവരെയും to look unto Jesus, the author and finisher of our faith, laying aside everything that is taking our attention from Jesus. യേശുവിനുള്ള നമ്മുടെ ശ്രദ്ധ എടുത്തു മാറ്റുന്ന സകലതിനെയും മാറ്റി വെച്ചിട്ട് let's fix our eyes on Jesus, the author and finisher of faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിൽ തന്നെ നോക്കി യാത്ര ചെയ്യാം. You have a bright future in Jesus. യേശുവിൽ താങ്കൾക്ക് ഒരു ശുഭഭാവിയുണ്ട്. രണ്ട് കരങ്ങളും യേശുവേ, നീ എത്ര നല്ലവൻ. യേശുവേ, നീ എത്ര നല്ല